ഇങ്ങനെയാണ് എങ്കിൽ തരൂർ ഐശ്വര്യം തന്നെയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം തരൂരുമായി ബന്ധപ്പെട്ടൊരു വിവാദം നിങ്ങളെ രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കിയെങ്കിലും ഡേറ്റ വെച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായ മറുപടി പറയുമ്പോൾ ശ്രീ ഹസ്കർ അടക്കമുള്ളവരുടെ വാദങ്ങൾ എത്രമാത്രം ദുർബലമാകുന്നു എന്നത് പ്രകടമാകുകയല്ലേ? അല്ല, ഹസ്കർ പറഞ്ഞ വലിയ വലിയ കണക്കല്ല ഹസ്കർ. നിങ്ങൾ ഞാനും ജീവിക്കുന്ന സ്ഥലത്ത് എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഇപ്പോൾ നിങ്ങളിപ്പം പറഞ്ഞു 10,000 ആൾക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനം കൊല്ലത്തുണ്ടായി എന്ന്. ഞാൻ ലളിതമായി ചോദിക്കുന്നു, 2024 ഒക്ടോബർ മാസം ടൈംസ് ഓഫ് ഇന്ത്യയിൽ ശ്രീ രാജീവിൻ്റെ ലേഖനം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 44,000 കോടി രൂപ കേരളത്തിൽ കഴിഞ്ഞ 3.5 കൊല്ലത്തിനിടയ്ക്ക് വന്നു. അതിൽ 761 പേർ കോടിയുടെ മുകളിലും 203 സംരംഭം 100 കോടിക്ക് മുകളിലുമാണെന്ന് അദ്ദേഹത്തിൻ്റെ കണക്ക്. ഒരു ഗോവിന്ദൻ നമ്പൂതിരി എറണാകുളത്തുകാരൻ RTI പ്രകാരം വിവരാവകാശ നിയമപ്രകാരം കണക്കെടുത്ത സമയത്ത് 6 സ്ഥാപനങ്ങളാണ് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 100 കോടി രൂപയിൽ മുകളിൽ മുതൽ മുടക്കിയിട്ടുള്ളത്. അതിലൊന്ന് വിഴിഞ്ഞമാണ്, 2 തിരുവനന്തപുരത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ്, തൃശ്ശൂരിലെ ഒരു ഹോട്ടലാണ്, മറ്റൊരു ഹോസ്പിറ്റലാണ്, കോഴിക്കോട്ടെ ലുലു മാളാണ്. ഈ 5 സ്ഥാപനങ്ങൾ മാത്രമാണ് 100 കോടി, ലുലു മാൾ 260, ബാക്കിയുള്ളത്. അത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ സ്ഥാപനത്തിന് എത്ര മുതൽ മുടക്കുണ്ട്? കേരളത്തിലെ രാജീവ് പറഞ്ഞ കണക്ക് എവിടെയാണ്? ഞങ്ങൾ അത്രയും ചോദിക്കുന്നില്ല. ആ ലിസ്റ്റ് ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യുക. അല്ലാതെ പഴയകാല കമ്മ്യൂണിസ്റ്റുകാർ നടന്നും ഓടിയും സൈക്കിളിൽ പോയിട്ടും യാഥാർത്ഥ്യങ്ങളെ അറിഞ്ഞപ്പോൾ നിങ്ങൾ കുറേ ഇല്ലാത്ത കണക്ക് ഇപ്പോൾ ചർച്ചയ്ക്ക് വരുന്ന ആളുകളൊക്കെ ഉത്തര സൂചിക, മറ്റേ സൂചിക, മറച്ചേ സൂചിക എന്ന് പറയും. എവിടെയാണ് യാഥാർത്ഥ്യം? ഇപ്പോൾ കൊല്ലത്തിൻ്റെ പരമ്പരാഗത വ്യവസായമാണ് കശുവണ്ടി. ഭാസ്കർ, എവിടെയാണ് ആ കശുവണ്ടി എത്തിയിരിക്കുന്നത്? നിങ്ങളത് പറ. അല്ലെങ്കിൽ കൊല്ലത്തെ ഏത് വ്യവസായ സ്ഥാപനമാണ്, പൊതുമേഖലാ സ്ഥാപനമാണ് ലാഭത്തിൽ പോയിരിക്കുന്നത്? ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 56-ൽ 33 നഷ്ടത്തിലാണ് എന്നാണ് ഏറ്റവും പുതിയ കണക്ക്. പിന്നെ എവിടെയാണ്? ഇപ്പോൾ ഞാൻ കോഴിക്കോട്ടാണുള്ളത്. കോഴിക്കോട്ട് അങ്ങാടിയിലൂടെ വെറുതെ നടന്നാൽ, ഹസ്കർ എപ്പോഴെങ്കിലും വന്നാൽ കാണിക്കാം, ഒരു വലിയ സ്ഥാപനമായിരുന്നു സ്റ്റീൽ കോംപ്ലക്സ്. ഇവിടെ അടുത്ത സ്റ്റീൽ കോംപ്ലക്സ് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് പോയപ്പോൾ അത് തുറന്നിട്ടുണ്ട് പറഞ്ഞു. പോയപ്പോൾ അത് തുറന്നിട്ടില്ല. ഏതോ ഒരാൾ പശുവിനെ പുല്ല് കൊടുക്കാൻ വേണ്ടി തുറന്നതാണ്. 300 കോടി രൂപയ്ക്ക് അത് വിറ്റു. 1000 കോടി ആസ്തിയുള്ള സാധനം ഛത്തീസ്ഗഡിലെ കമ്പനിക്ക് 300 കോടി വിറ്റു. തൊട്ടടുത്താണ് സോപ്പ് വർക്ക്സ്, കേരള സോപ്പ് വർക്ക്സ്, അതും പൂട്ടിക്കിടക്കുക. ശ്രീ എളമരങ്കരി വ്യവസായ മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹം ട്രേഡ് യൂണിയൻ പ്രവർത്തനവും ജോലിയും ആരംഭിച്ചതാണ് മാവൂർ ഗോളിയോ റയൻസ്. ഏക്കർ കണക്കിന് സ്ഥലം പൂട്ടിക്കിടക്കുക. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യം പറയുമ്പോൾ അങ്ങ് കണക്കുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഡേറ്റയാണല്ലോ വെച്ചിട്ടാണല്ലോ ഇപ്പോൾ നമ്മളിതെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നഷ്ടങ്ങൾ വന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ഈ സർക്കാർ വന്നതിന് ശേഷവും നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാവുകയും ചെയ്തു. ഇപ്പോൾ വന്ന അങ്ങ് ഏറ്റവും ഒടുവിൽ പറയുന്ന കണക്കിൽ പോലും ലാഭത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം കൂടിയ ഘട്ടവുമുണ്ട്. ഇനി എല്ലാത്തിനും അപ്പുറത്ത് KTDFC എന്ന് പറയുന്നത് വലിയ ലാഭത്തിലേക്ക് പോയത് അങ്ങേക്ക് അറിയുന്നതാണ്. KSRTCയുമായി ബന്ധപ്പെട്ട കണക്കുകൾ സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തിരിച്ചടയ്ക്കുന്നത് വഴി, ആ വായ്പകൾ തിരിച്ചടയ്ക്കുക വഴി KTDFC വലിയ രൂപത്തിലാണ് ലാഭത്തിലേക്ക് പോയിട്ടുള്ളത്. ഈ കണക്കുകളും കൂടെ അംഗീകരിച്ച് വേണം പോകാൻ. അല്ലെ, കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ പോസിറ്റീവായ ഒരു കാര്യമുണ്ടെങ്കിൽ അംഗീകരിക്കാൻ യാതൊരു അതിലേക്കാണ് വരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും വന്നാൽ നമ്മൾക്കത് മനസ്സിലാവും. കോഴിക്കോട്ട് നിങ്ങൾ KSRTCയുടെ ആ ബിൽഡിങ്ങും അല്ലെ, ആ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെ പറ്റിയാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ് KTDFC കേരള. അവർ നിങ്ങൾ വന്ന് പരിശോധിക്കണം, ഹസ്കർ വന്ന് പരിശോധിക്കണം ഈ സ്ഥാപനങ്ങൾ എവിടെ, എങ്ങനെ നടക്കുന്നു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ KSRTCയിൽ ആളുകൾ എൻ്റെ നാട്ടിൽ അല്ലല്ല, ഇവിടെ രാഷ്ട്രീയമായി അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന് ശ്രീ ഹസ്കർ മറുപടി ഉണ്ട്. നിങ്ങൾ ചോദിക്കുന്ന എന്താണ്, ഇതിന്റെ ലിസ്റ്റ് വേണം എന്നല്ലേ പറയുന്നത്? യെസ് ഞാൻ പൂർണ്ണമായി പറയാം. ഞാൻ ഈ കണക്ക് 2 ദിവസമായിട്ട് ശ്രീ വേണു ഈ കണക്ക് വല്ലാതെ കേട്ടിട്ടാണ് വരുന്നത്. 3 ലക്ഷത്തി ചില്ലാനം MSME ഉണ്ടായി എന്ന് പറയുന്നു, 4100 സ്റ്റാർട്ടപ്പ് ഉണ്ടായി എന്ന് പറയുന്നു. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഇവിടെ 4100 ആണെങ്കിൽ കർണാടകയിൽ 18,000. പറഞ്ഞതിൽ ഒരു യുക്തിയുടെ പിൻബലമുള്ള ഒരു വാദം ശ്രദ്ധയിൽ വന്നിരുന്നു. അത് ഈ പറയുന്ന കോവിഡ് കാലം എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമായ കാലമായിരുന്നു. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് എങ്കിൽ ഈ 254% കേരളത്തിന് വളർച്ചയുണ്ടായി, മറ്റു സ്ഥലങ്ങളിൽ 45% എന്ന് പറയുമ്പോൾ അത് അവിടെയും ബാധകമല്ലേ? ഞാൻ ചോദിക്കുന്നത് ലളിതമായൊരു കാര്യം, കേരളത്തിലെ കണക്കാണ് പറയുന്നത്. 3 വർഷക്കാലത്തെ വ്യവസായങ്ങളിൽ നിന്ന് അടുത്ത 3 വർഷത്തേക്ക് വരുമ്പോൾ 254% ഉണ്ടായി. അതിൻ്റെ കണക്കും കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഞാൻ അത് ശ്രീ VD സതീശൻ പറഞ്ഞിരിക്കുന്ന കാര്യം അതിലെ പൊള്ളത്തരമാണ് സൂചിപ്പിച്ചത്. അവിടെയാണ് ശ്രീ ഹസ്കർ പറയുന്നത് അത് ഈ പറയുന്ന കോവിഡ് കാലം എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ചും മന്ദീഭവിച്ചിരുന്ന കാലമാണ്. അവിടെയാണ് നമ്മൾ പറയേണ്ടത്. വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ കോവിഡ് കാലത്ത് നേരത്തെ ആരംഭിച്ച പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ കേരളത്തിൽ സ്റ്റെക്കായി കിടക്കുന്നുണ്ട് എങ്കിൽ അതൊരിക്കലും സൂചികയാക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ?